പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നിയമസഭാ യോഗത്തിൽ വിതുമ്പി ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ മുഖ്യമന്ത്രി വായിച്ചു. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്തതിൽ മുഖ്യമന്ത്രി ക്ഷമ ചോദിച്ചു. വിഷയം സംസ്ഥാന രൂപീകരണത്തിനായി ഉപയോഗിക്കാൻ മാത്രം വില കുറഞ്ഞതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. വടക്ക് മുതൽ തെക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും അരുണാചൽ മുതൽ ഗുജറാത്ത് വരെയും ജമ്മു മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ആക്രമണത്തിന്റെ ഇരകളാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിനൊടുവിൽ നിയമസഭയിൽ വിതുമ്പിയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംസാരിച്ചത്. कहां अरुणाचल, कहां गुजरात, कहां जम्मू कश्मीर, कहां केरला और बीच की सारी रियासतें, पूरा मुल्क इस हमले के लपेट में आया है. ये सही है स्पीकर साहब, ये पहला हमला नहीं था. हमने कई हमले होते हुए देखे. ഏപ്രിൽ 22-ന് പെഹൽഗാമിലെ ബൈസരൻ വാലിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെയും പേരുകൾ ഒമർ അബ്ദുള്ള നിയമസഭയിൽ വായിച്ചു. ജമ്മു കശ്മീരിലെ സുരക്ഷ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ കീഴിലല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിഥികളെ സുരക്ഷിതരാക്കുന്നതിൽ വീഴ്ച പറ്റിയതിൽ ക്ഷമ ചോദിച്ചു. जम्मू कश्मीर की सिक्योरिटी, जम्मू कश्मीर की सुरक्षा, जम्मू कश्मीर के लोगों की चुनी हुई हुकूमत की जिम्मेदारी नहीं है, लेकिन तब भी यहाँ के वजीर आला की हैसियत से, यहाँ की टूरिज्म के मिनिस्टर की हैसियत से मैंने इन लोगों को दावत दी थी यहाँ आने की. मेज़बान होते हुए मेरी जिम्मेदारी थी कि सही सलामत मैं इन्हें यहाँ से वापस भेजूं. नहीं भेज पाया और माफ़ी मांगने के अल्फाज नहीं थे. മുഖ്യമന്ത്രിയെന്നും ടൂറിസം മന്ത്രിയെന്നുമുള്ള നിലയിൽ അവരെ സ്വാഗതം ചെയ്തു. ഒരു ആതിഥേയൻ എന്ന നിലയിൽ അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. എനിക്ക് കഴിഞ്ഞില്ല. ക്ഷമ ചോദിക്കാൻ വാക്കുകളില്ലെന്നും മുഖ്യമന്ത്രി. ആക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരെയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഞ്ഞടിച്ചു. ഭീകരർ കശ്മീരിന് വേണ്ടിയാണ് ആക്രമണമെന്ന് പറയുന്നു. ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. 26 പേരെയും കശ്മീരിനു വേണ്ടി ശവപ്പെട്ടിയിലാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഭീകരവാദത്തിനൊപ്പം ഒരിക്കലും നിൽക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ആക്രമണത്തിനൊടുവിൽ ജനങ്ങൾ ഒരുമിച്ച് തെരുവിൽ പ്രതിഷേധം നടത്തുകയാണ്. ജനങ്ങൾ ഭരണകൂടത്തോടൊപ്പമുള്ളപ്പോൾ ഭീകരത അവസാനിക്കും. അതിന് ഇതൊരു തുടക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.